മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നതാണ് ആവശ്യം. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രേഷ്മ, ഈ അന്വേഷണം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി CMRL വീണ്ടും നീക്കം നടത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു CMRL. അതെ രാഖി, മാസപ്പടി ഇടപാടിലെ ഇഡിയുടെ അന്വേഷണം തടയിടാനായിട്ടുള്ള ശ്രമം CMRLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ CMRL കമ്പനി ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. നേരത്തെ ഇതിനായിട്ടുള്ള നീക്കങ്ങളും ശ്രമങ്ങളും കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നേരത്തെ ഇഡി അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തിയത്. പിണറായി വിജയനെ അതോടൊപ്പം തന്നെ വീണ വിജയനെയും റെയ്ഡിനിടെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. CMRL കമ്പനി MD ശശിധരൻ കർത്തയുടെ വീട്, അതോടൊപ്പം തന്നെ CMRL ഓഫീസ്, CMRLന്റെ സഹസ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ ഇഡിയുടെ പരിശോധന നടക്കുകയും ചില നിർണായകമായിട്ടുള്ള രേഖകൾ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം എത്രയും പെട്ടെന്ന് സ്റ്റേ ചെയ്യണം, മരവിപ്പിക്കണം, അതായത് നിലവിൽ ഇഡി അന്വേഷണം തുടരാമെന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അത് സ്റ്റേ ചെയ്യണമെന്നുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കും പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ, പ്രാഥമിക ഘട്ടത്തിൽ CMRL കമ്പനി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെക്കുക. ഇന്ന് ഈ അപ്പീല് ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പരിഗണിക്കാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം ദ്രുതഗതിയിൽ ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. സമൻസ് അയച്ചുകൊണ്ട് പലരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കമാണ് അടുത്ത ഘട്ടത്തിൽ ഇഡി ചെയ്യാനിരിക്കുന്നത്. അത് തടയാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം ഈ ഒരു അപ്പീലിനെ വിലയിരുത്താനായിട്ട്. നേരത്തെ ഹൈക്കോടതി ഇഡിയുടെ അന്വേഷണം തുടരാമെന്നുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ചില നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. PMLA കേസ് അല്ലെങ്കിൽ PMLA ആക്ട് പ്രകാരമുള്ള കേസ് നിലനിൽക്കും, പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും എന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണമായിട്ട് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷണം എന്നുള്ള രീതിയിൽ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ CMRL കമ്പനി അധികൃതർ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം അത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ പരിഗണിച്ചേക്കും. വീണ വിജയന് സമൻസ് നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകാനിരിക്കെ തന്നെയാണ് ഇഡിയുടെ അന്വേഷണം തടയിടാനായിട്ട് CMRL ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിരിക്കുന്നത്. രാഖി. ശരി രേഷ്മ, വളരെ നിർണായകമായ വാർത്തയുടെ അപ്ഡേറ്റ് ആണ് രേഷ്മ ഇപ്പോൾ നൽകിയത്. മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട CMRL വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. അതായത് ഈ ഇഡി അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന ഭയം CMRLനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിൽ. ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നതാണ് അപ്പീലിലെ ആവശ്യം.